Assalamualaikum. Welcome to my YouTube channel. This is my first vlog starting with second day in Makkah. ഫസ്റ്റ് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ തെറ്റുകളൊക്കെ ഉണ്ടായേക്കാം, എല്ലാവരും ക്ഷമിച്ചു തരണം. ആൻഡ് ഫസ്റ്റ് ഡേ ഇൻ മക്ക വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളായിരുന്നു. കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഉംറ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ സ്പെഷ്യൽ വൺ. സോ നമ്മൾ പൊതുവേ ജീവിതത്തിൽ ഓരോ സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളത് പലരും വീഡിയോ എടുക്കാതെ പോയിട്ടുണ്ട്. അത് ശരിക്കും നമ്മളൊരു കാര്യം വീഡിയോ എടുക്കാതെ നിന്നാലും നമ്മൾ എന്താ പറയുക, അത്രത്തോളം കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കണമല്ലോ ഫസ്റ്റ് ഉംറ എന്നൊക്കെ പറയുമ്പോൾ. എല്ലാ ഉംറയും കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. പക്ഷെ ഫസ്റ്റ് ഉംറ ആയതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. സോ സ്റ്റാർട്ടിങ് വിത്ത് സെക്കൻഡ് ഡേ ഇൻ മക്ക. സോ ഹിയർ വി ഗോ. അപ്പോൾ രാവിലെ 4:10 ടൈം. അതായത് നമ്മൾ ഇന്ത്യൻ ടൈം 6:35 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഉറക്കത്തിൽ എണീറ്റിട്ടാണ് പോകുന്നത്. നല്ല മടിയുണ്ടായിരുന്നു, പക്ഷെ എന്നാലും മസ്ജിദുൽ ഹറാമിലൊക്കെ പോയി നിസ്കരിക്കാനുള്ള ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തായാലും ആ മടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാനും ഉമ്മയും ഇറങ്ങി. ഉമ്മ പായുന്നുണ്ട്. ഉമ്മ എന്തിനാ ഓടുന്നത് വെച്ചാൽ ഉപ്പിയും ഉപ്പപ്പിയും നേരത്തെ പുറത്തിറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അവരെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉമ്മ ഓടുന്നത്. അങ്ങനെ ഇവരെ കുറേ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉപ്പാനെയും ഉപ്പപ്പാനെയും കണ്ടു. ഇത് ടൈം നോക്കി ആകെ 4:15 അപ്പോൾ ഇത്രയും നേരത്താണ് നമ്മൾ ഇറങ്ങുന്നത്. ഫുള്ള് വെളിച്ചം തന്നെയാണ്, എല്ലായിടത്തും ആൾക്കാരാണ്, നിറയെ ആൾക്കാരാണ്. അതായത് നമ്മളെ നാട്ടിലത്തെ രാത്രി പോലെയാണ് ഇവിടെ സുബിഹിയും രാവിലെ എല്ലാ സമയവും നിറച്ചും ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ ഹറമിലെത്തിയപ്പം തന്നെ ഫുള്ള് ബിൽഡിങ്സാണ് കേട്ടോ, വലിയ വലിയ ബിൽഡിങ്സാണ്, ഫുള്ള് ഹോട്ടൽസാണ് അവിടെ മൊത്തം. കുറേ പല പല രാജ്യങ്ങളും ഉണ്ട്. കൂടുതലും എനിക്ക് ഇന്തോനേഷ്യക്കാരെ ഭയങ്കര ഇഷ്ടമായി. അവരുടെ ആ ഒരു യൂണിഫോമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. അവർ ഭയങ്കര ചിട്ടയാണ് കേട്ടോ. അതായത് അവർ നല്ല ഗ്രൂപ്പായിട്ട് നിൽക്കുകയുള്ളൂ. അതായത് കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇത് നോക്കി എന്തൊരു ഭംഗിയാല്ലേ, ഭയങ്കര ലൈറ്റൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ നമ്മൾ മസ്ജിദുൽ ഹറാമിലോട്ട് പോയോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എസ്കലേറ്റർ കയറിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ സുബഹി നിസ്കരിക്കാനായിട്ട് വന്നതാണ്. കയറിയപ്പോൾ തന്നെ എന്താ പറയുക, ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. മസ്ജിദുൽ ഹറാം ആയിക്കോട്ടെ, കഅബ ഷരീഫ് ആയിക്കോട്ടെ, എല്ലാം കാണുമ്പോൾ തന്നെ എന്താ പറയുക, നല്ലൊരു അത്ഭുതമാണ്. കാരണം ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മക്ക KMCCക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മസ്ജിദുൽ ഹറാമിൻ്റെ മുൻഭാഗം ആണുങ്ങൾക്കാണ്. അതിൻ്റെ ബാക്കിൽ ഒരു ഗോൾഡൻ ബോർഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലാണ് പെണ്ണുങ്ങൾക്കുള്ള. അങ്ങനെ ബാങ്ക് കൊടുക്കുകയാണ്. കേട്ടു നോക്കി, നല്ല അടിപൊളി ബാങ്കാണ്. ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് പകുതിക്കെന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേട്ടു നോക്കി നിങ്ങൾ.
ബാങ്ക് കൊടുത്തതിന് ശേഷം സുബഹി നിസ്കാരത്തിനുള്ള ഒരുക്കായി. അങ്ങനെ നമ്മൾ സുബഹി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. നിറയെ ആൾക്കാരായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെയോ പതുക്കെ പുറത്തെത്തി. ഇത് നോക്കി എത്ര അങ്ങനെ ആൾക്കാരറിയാം. ഇതൊക്കെ മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ച പോലെയാണ്. ഇതിനും സ്ഥലമില്ലാണ്ട് ഇതിൻ്റെ പുറത്തും ഒക്കെ ഫുള്ളും ആൾക്കാർ തന്നെയാണ്. അത്രക്കും തിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ റൂമിലോട്ടാണ് പോയത്. ഇപ്പോൾ രാവിലെ ആയി അല്ലേ. നമ്മൾ നേരെ റൂമിൽ പോയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പുറത്തിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് കുറച്ച് പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾ കാണാനാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ പോകാനും വേണ്ടിയിട്ട് ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ കയറി നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി അവിടുത്തെ ചെറിയ ചെറിയ വീടുകളാണ്. ഒരു പാറൻ്റെ മുകളിലാണ് ഇവരെ വീടൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ വീടൊക്കെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് നബിത്തങ്ങളാ മറ്റേ പണ്ട് കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അതായത് നമ്മൾ ഇങ്ങനത്തെ വീടൊക്കെ കാണുമ്പോൾ എനിക്ക് നബിത്തങ്ങൾ ജീവിച്ച ആ ഒരു കാലഘട്ടത്തിലോട്ട് ഞാൻ പോകുന്നു. ഇങ്ങനത്തെ ബിൽഡിങ്ങൊക്കെ കാണുമ്പം ഇതാണ് നമ്മളെ കാലഘട്ടം അല്ലേ. എത്രങ്ങാനും ഡിഫറൻസ് ആണല്ലേ. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പം ഇതൊക്കെ ഇവിടെ ഫുൾ മല തന്നെയാണുള്ളത്. പാറൻ്റെ മല. എന്നിട്ട് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ പാറൻ്റെ മല ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ ബിൽഡിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഫേസ് ഈ വീഡിയോയിൽ കാണിക്കാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ സെൽഫി ആയിട്ട് വീഡിയോ എടുത്ത്, എൻ്റെ വീഡിയോ ഇന്നെ ആരും എടുക്കാനൊന്നുമില്ല, ഞാൻ തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ക്ലോക്ക് ടവർ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. നമ്മൾ ഹറമിൻ്റെ കീഴിൽ തന്നെയാണ്, വലിയ ദൂരമൊന്നും നമ്മൾ ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഒരു മലയാണ് കാണാൻ പോകുന്നത്. ആ ഒരു മലയുടെ പേരും അതിൻ്റെ ചരിത്രങ്ങളും ശ്രേഷ്ഠതയെ പറ്റിയൊക്കെ നമ്മൾ ഉസ്താദ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് കാണാൻ വന്നിട്ടുള്ള മലയുടെ പേരാണ് ജബൽ സവർ. ചരിത്രത്തിൽ പറയുന്നുണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹും നമ്മൾ നബിത്തങ്ങളും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും വേണ്ടിയിട്ട് ഒരു ഗുഹൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു എന്ന്. അങ്ങനെ ആ ഗുഹയിൽ ഒളിച്ചിരുന്നപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു പാമ്പ് കുത്തുന്ന കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ചരിത്രത്തിൽ. അപ്പോൾ ആ ഒരു കഥ നടക്കുന്ന മലയാണിത്. ഈ മലയുടെ ഉള്ളിലാണ് ആ ഒരു ഗുഹയുള്ളത്. അപ്പോൾ ചരിത്രങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൻ്റെ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിൻ്റെ ഭാഗമായി അതൊക്കെ കേട്ടിട്ടുണ്ടോ, താരീഖിലൊക്കെ നമ്മൾ പഠിച്ച പോലെ നബിതങ്ങളുടെ വീട് മുശ്രിക്കീങ്ങൾ വളഞ്ഞു. എന്നിട്ട് അവിടുത്തെ വിരിപ്പിൽ സയ്യിദുന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ കിടത്തി അല്ലേ. നബിതങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തു. അന്ന് വീട്ടിൻ്റെ ഉള്ളിൽ മാർബിളോ ടൈൽസോ ഒന്നുമില്ല, മണലായിരുന്നു. ആ മണലെടുത്തിട്ട് നബിതങ്ങൾ പരിശുദ്ധ ഖുർആന്റെ യാസീൻ സൂറത്തിലെ ഒരു ആയത്ത് ഓതിട്ട് മന്ത്രിച്ചു. ആ മന്ത്രിച്ച മണ്ണ് പുറത്തിരിക്കുന്ന അതല്ലെങ്കിൽ പുറത്തേക്ക് എറിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങിയാൽ ആക്രമിക്കണം എന്ന് കാത്തു നിൽക്കുന്ന എല്ലാ മുശ്രിക്കിന്റെയും കുഫാരിങ്ങളുടെയും കണ്ണിലേക്ക് ആ മണലിന്റെ പൊടിപടലങ്ങൾ വന്നു. അവർ കണ്ണ് തിരുമ്പുന്നതിന്റെ ഇടയിൽ അവർക്കിടയിലൂടെ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങി. എന്നിട്ട് തന്റെ വിരിപ്പിൽ ആരെ കിടത്തി? മരുമകനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ കിടത്തി. കഥകൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അവര് കണ്ണ് തിരുമ്പി നോക്കിയപ്പോൾ വിരിപ്പിൽ കിടക്കുന്ന ആള്, പുതപ്പ് കൊണ്ട് കിടക്കുന്ന ആള് റസൂലുള്ളാഹിയാണ് എന്നവർ തെറ്റിദ്ധരിച്ചു. നബിതങ്ങൾ അവർക്കിടയിൽ പുറത്തിറങ്ങി. എല്ലാ വിഷയത്തിലും നബിതങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ഖലീഫയാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിതങ്ങൾക്ക് ഖലീഫമാരിൽ ഇഷ്ടപ്പെട്ട ആളാണ് സിദ്ദീഖ് തങ്ങള്. ആ സിദ്ദീഖ് തങ്ങൾ കൂടെ കൂട്ടിയിട്ട് ഇന്ന് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്ത്, നമ്മുടെ ഹറമിന്റെ ഭാഗത്ത് ഒരു സ്ഥലമുണ്ട്, മിസ്ഫല എന്ന് പറയും. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിന്റെ പേര് മസ്ജിദുൽ ഹിജ്റ എന്നുള്ള. ആ ഹിജ്റ പള്ളി നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നബിതങ്ങൾ യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഈ മലന്റെ മുകളിൽ വന്നു. ഈ മലന്റെ മുകളിൽ വന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹുവിനോട്, ഇവിടെ നമുക്ക് അഭയം തേടാം എന്ന് പറഞ്ഞു. താരീഖിൽ കാണാം 3 ദിവസത്തോളം ഈ മലന്റെ മുകളിൽ അവർ താമസിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് ആടിനെ കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളായ അസ്മാ റളിയല്ലാഹുവിന്റെ കയ്യിൽ. എന്നിട്ട് പറഞ്ഞു,
ഈ മലന്റെ താഴ്ഭാഗത്ത് നിങ്ങൾ ഇവിടെ ആടിനെ മേച്ചിരിക്കണം. അപരിചിതരായ മക്കാ മുശ്രിക്കീങ്ങള് ഈ മലമുകളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ ഞങ്ങളെ വിവരം അറിയിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തന്റെ ഭാര്യന്റെ ജ്യേഷ്ഠത്തിയായ അസ്മാ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചു. അവര് ആടിനെ മേച്ചു കൊണ്ടിരിക്കുന്ന ഇടയില് മുശ്രിക്കീങ്ങൾ ഒരു കൂട്ടമായിട്ട് എന്ത് ചെയ്തു? ഈ മലന്റെ മുകളിലേക്ക് വരുന്നത് കണ്ടു. താരീഖ് സംഭവം ശരിക്കും വിശദീകരിക്കുന്നത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മലന്റെ ഏറ്റവും മുകളിൽ നമ്മൾ കാണുന്ന വലിയ പാറക്കല്ല് ഉണ്ടല്ലേ, അല്ലേ? ആ പാറക്കല്ല് കഴിഞ്ഞ് ലേശം ഒന്ന് താഴത്തേക്ക് ഇറങ്ങും. അവിടെ ഗുഹ ഉള്ളത്. ആ ഗുഹന്റെ ഭാഗത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ഗുഹയിൽ പ്രവേശിച്ചു. എന്നിട്ട് ആ ഗുഹയിലുണ്ടായിരുന്ന എല്ലാ മാളത്തിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാളങ്ങളൊക്കെ അടച്ചു. തന്റെ വസ്ത്രം ഇങ്ങനെ കീറിയിട്ട് ഔറത്ത് കാണാത്ത രീതിയിൽ വസ്ത്രം ഇങ്ങനെ കീറിയിട്ട് ആ കീറിയ ശീലയുടെ കഷ്ണങ്ങൾ എല്ലാ മാളത്തിലും വെച്ചു. ഒരു മാളത്തിൽ മാത്രം വെച്ചു കഴിഞ്ഞാൽ ഇനി തന്റെ വസ്ത്രം കീറിക്കഴിഞ്ഞാൽ ഔറത്ത് കാണുന്ന അവസ്ഥയാകുമ്പോൾ ആ മാളത്തിൽ എന്താക്കിയില്ല, വെച്ചില്ല. പകരം തന്റെ വലത് കാലിന്റെ തള്ളവിരല് ആ മാളത്തിന്റെ മുഖത്ത് ഭദ്രമായിട്ട് വെച്ചു. എന്നിട്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ മാളത്തിലേക്ക്, ആ ഗുഹയിലേക്ക് വിളിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങി. ആ മാളത്തിന്റെ, ആ ഗുഹയുടെ മുഖത്ത് പ്രാവ് ഇരിക്കുന്നുണ്ടായിരുന്നു, അടയിരിക്കുന്നുണ്ടായിരുന്നു. ചിലന്തി വല കെട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. മുശ്രിക്കീങ്ങൾ തെരഞ്ഞിട്ട് ആ ഗുഹന്റെ മുമ്പിലെത്തി. അവര് പറയാ, സിദ്ദീഖ് തങ്ങൾ പറയാ, യാ റസൂലല്ലാഹ്, ഈ ഗുഹയുടെ മുകളിലെത്തിയ അവര് ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കാണുമല്ലോ എന്ന അവസ്ഥയിൽ വരെ എത്തി. നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർക്ക് കുനിഞ്ഞു നോക്കാനുള്ള ഒരു മനസ്സ് പോലും ആര് കൊടുക്കൂല? അല്ലാഹു തആല കൊടുക്കൂല. കാരണം ഇവര് നിൽക്കുന്ന സത്യത്തിന് വേണ്ടിയാണ്. ആ മുശ്രിക്കീങ്ങൾ പ്രവർത്തിക്കുന്ന അസത്യത്തിന് വേണ്ടിയാണ്. സത്യത്തിന്റെ കൂടെ എന്നും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് ആ സമയത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവർ ഈ ഗുഹ കണ്ടു. അവര് ഈ ഗുഹയുടെ മുഖത്ത് പാമ്പ് മുട്ടയിട്ട് അടയിരിക്കുന്നത് കണ്ടിട്ടും ചിലന്തി വലയിട്ട് കണ്ടപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, ഇതിന്റെ ഉള്ളിലൊന്നും മനുഷ്യന്മാരെന്താക്കുന്നില്ല, താമസിക്കുന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ അവര് ആ ഗുഹയുടെ മുഖത്തേക്ക് കുനിഞ്ഞു നോക്കാതെ, തിരിഞ്ഞു നോക്കാതെ, മൈൻഡ് ചെയ്യാതെ തിരിച്ചുപോയി. നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഗുഹയിൽ താമസിച്ചു. പിന്നീടാണ് ഇവിടുന്ന് അങ്ങോട്ട് മദീനയിലേക്കുള്ള യാത്ര, ഹിജറയുടെ പലായനത്തിന്റെ യാത്ര ആരംഭിക്കുന്നത്. ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കുന്നാണ്, മലയാണ് ജബൽ സൗറി എന്നാണ് ഇതിന്റെ പേര്. സൗർ എന്ന് പറഞ്ഞാല് അറബിയിലെ അർത്ഥം കാള എന്നാണ്. അതിന് കാരണം ഈ മലയുടെ ഷേപ്പ് ആദ്യം കാളനെ പോലെയായിരുന്നു. കാളന്റെ പുറത്തുണ്ടാകുന്ന പൂഞ്ഞല്ലേ, ആ പൂഞ്ഞ പോലെയുള്ള ഒരു ഷേപ്പായിരുന്നു ഈ മലക്ക് ആദ്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈ മലക്ക് ജബൽ സൗർ എന്ന് പേര് കിട്ടാനുള്ള കാരണം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് കാരണമായത് ശരിക്ക് ഈ മലയിൽ വെച്ചുകൊണ്ടാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാമ്പ് കൊത്തിയ കഥ നിങ്ങൾക്ക് അറിയില്ലേ? ആ പാമ്പ് കൊത്തിയ കാരണമാണ് പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് കാരണമായത് എന്നുള്ളത് താരീഖിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്താണ് ആ പാമ്പ് കത്താനുള്ള കാരണം? കാരണം ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ള രണ്ടാളുകളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സമർപ്പണം നടത്തിയിട്ടുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഇങ്ങനെ ഒരു പ്രതിസന്ധി സമയത്ത് പാമ്പ് കൊത്താൻ പാടില്ലല്ലോ. പാമ്പ് സഹായിക്കുകയാണല്ലോ വേണ്ടത്. എന്തേ കൊത്താനുള്ള കാരണം? ആ കൊത്താനുള്ള കാരണം കൂടി നമുക്ക് താരീഖിൽ വായിക്കാൻ കഴിയും. ഇവിടുത്തെ സൗദി ഗവൺമെന്റ് ഇറക്കുന്ന പുസ്തകത്തിൽ വരെ ഈ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ആ സംഭവം ഇങ്ങനെയാണ്. നമുക്കറിയാം, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് അള്ളാഹുത്തോട് കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥമായിരുന്നു തൗറാത്ത്. ആ തൗറാത്ത് അവസാനം വരുന്ന പ്രവാചകനായ നമ്മുടെ നബി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ആ തൗറാത്തിന്റെ ആ ഭാഗം വായിക്കുന്ന ഒരാൾ, ഒരു തൗറാത്ത് വായിക്കുന്ന ഒരാൾ ഈ ഭാഗം വായിച്ചപ്പോൾ ഈ വായിക്കുന്നതിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു കാട്ടിൽ വെച്ചുകൊണ്ട് ഒരു പാമ്പ് ഈ സംഭവം കേട്ടു. അവസാനം ഇങ്ങനെ ഒരു പ്രവാചകൻ മക്കത്ത് വരും. ആ പ്രവാചകന്റെ വിശേഷണങ്ങള്, ആ പ്രവാചകന്റെ പ്രത്യേകതകള്, ആ പ്രവാചകനിക്ക് മറ്റ് പ്രവാചകന്മാർക്കില്ലാത്ത ശ്രേഷ്ഠതകളൊക്കെ ഈ തൗറാത്തിൽ മനോഹരമായിട്ട് വായിച്ചപ്പോൾ ഈ പാമ്പ് അന്ന് പ്രാർത്ഥിച്ചു അത്രേ, അള്ളാഹുവേ എനിക്ക് ആ പ്രവാചകനെ കാണാനുള്ള തൗഫീഖ് ഉണ്ടാവണേ. അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. അങ്ങനെ ഈജിപ്തിൽ നിന്ന് ഇഴഞ്ഞ് കയ്യും കാലില്ലാത്ത ആ പാമ്പ്
വന്ന് ഈ മലന്റെ മുകളിൽ അഭയം തേടി. ആ പാമ്പ് താമസിച്ചിരുന്ന ഗുഹയുടെ ഉള്ളിലായിരുന്നു. ഞാൻ ചുരുക്കി പറയാണ്, നബിതങ്ങളും അതുപോലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഈ മലന്റെ താഴ്ഭാഗത്തെത്തിയപ്പോഴേക്കും ആ പാമ്പിനേക്ക് ആ സുഗന്ധം ഇങ്ങനെ കിട്ടിയിരുന്നു എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധം ആ പാമ്പിനേക്ക് ആ മലന്റെ മുകളിൽ ഇങ്ങനെ കിട്ടിയിരുന്നു. അപ്പൊ പാമ്പ് ഇങ്ങനെ ആഗ്രഹിച്ചു അത്രേ, ഞാൻ കൊല്ലങ്ങളോളമായി കാത്തിരിക്കുന്ന പ്രവാചകൻ എന്റെ അടുത്തേക്ക് എത്താറായല്ലോ എന്നുള്ള സന്തോഷം വരെ ആ പാമ്പിനിക്കുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ആ പാമ്പ് നിൽക്കുന്ന ആ മാളത്തിന്റെ മുകളിലാണ് ആര് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വിരൽ വെച്ചുകൊണ്ട് ആ പാമ്പിനിക്ക് മുസ്തഫ നബി തങ്ങളെ കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയത്. സത്യത്തില് ഇഷ്ക് കൊണ്ടാണ് ആ പാമ്പ് ആരെ കൊത്തിയത്? സിദ്ദീഖ് നബി തങ്ങളോടുള്ള അമിതമായിട്ടുള്ള ഇഷ്ക് കൊണ്ടാണ് പാമ്പ് ആരെ കൊത്തിയത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊത്തിയത്. ആ പാമ്പ് കൊത്തി വലിയ വിഷം വന്നു. നബി തങ്ങളുടെ ഉമിനീര് പുരട്ടി ആ വിഷം മാറി ആ പാമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. എന്നിട്ട് ആ പാമ്പ് ആ ഗുഹയിൽ വെച്ചുകൊണ്ട് തന്നെ മരിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഏതായാലും ഞാൻ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞത് ജീവനില്ലാത്ത, അതല്ലെങ്കിൽ വിവേക ബുദ്ധിയില്ലാത്ത, മനുഷ്യരെ പോലെ ചിന്തിക്കാനോ മറ്റോ വേണ്ടത്ര കഴിവില്ലാത്ത ഒരു സാധാരണ ജീവിയാണ് പാമ്പ്. ആ പാമ്പ് വരെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ നബിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലയ്യ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ആ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ആ ഇഷ്ക് നമ്മുടെ ഖൽബിൽ ഉണ്ടാവണം. നബിതങ്ങൾ നമ്മൾ സ്നേഹിക്കണം. ഈ പാമ്പ് വരെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പാമ്പിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സൃഷ്ടി എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഹബീബ് തങ്ങൾ സ്നേഹിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഇതാണ് ജബൽ സൗറിൻ്റെ ചരിത്രം. ഈ മലകൾക്ക് മുകളിലായിട്ട് 2 കല്ല് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ ഇടയിലൊരു താഴ്ഭാഗത്തിലാണ് ഗുഹ വരുന്നതെന്നാണ് ഉസ്താദ് പറഞ്ഞത്. നമ്മൾ കയറിയിട്ടില്ല, കാരണം 2 മണിക്കൂർ അങ്ങോട്ട് 2 മണിക്കൂർ ഇങ്ങോട്ട് ഇറങ്ങാനും വേണം. അപ്പം എൻ്റെ കൂടെ നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ കയറിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു ദിവസം നമ്മൾക്ക് കയറണം. അങ്ങനെ നമ്മൾ അറഫയിലെത്തിയപ്പം അറഫയുടെ ചരിത്രം ഉസ്താദ് പറയുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ആദം നബി അലൈഹിസ്സലാം ആദ്യമായിട്ട് വന്നത് ഇന്നത്തെ ശ്രീലങ്കയിലെ അന്നത്തെ സിലോണിലെ ആദം മലയിലാണ്. ആദം നബി ആദ്യം എത്തിയത്. ഹവ്വ ബീവി എന്ന് പറയുന്ന നമ്മുടെ വല്യമ്മ എത്തിയത് ഇന്ന് നമ്മളൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുള്ള ജിദ്ദയിലാണ്. ജിദ്ദന്റെ പഴയ പേര് ജദ്ദത്ത് എന്ന്, വല്യമ്മാണ് ആ പേര്. പിന്നെ വല്യമ്മ എന്ന പേരായപ്പോൾ ഒരു മാറ്റിയിട്ടാണ് ജിദ്ദ എന്ന പേരുണ്ടായത്. ആ ഹവ്വ ബീവി റളിയല്ലാഹുവിന്റെ ഖബറുള്ളത് എവിടെയാണ്? ജിദ്ദയിലാണ്. ഹവ്വ ബീവിന്റെ ഖബറുണ്ട് അതേ ജിദ്ദയുണ്ട്. അങ്ങനെ ഭൂമി നോക്കണേ, ഒരു ബിൽഡിംഗ് ഇല്ലാത്ത ഒരു കാലത്ത്, ഒരു പള്ളിയില്ലാത്ത ഒരു കാലത്ത്, ഒരു അങ്ങാടി, ഒരു വീട് പോയിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത കാലത്ത് ഭൂമിയിലുള്ളത് ആകെ 2 മനുഷ്യന്മാരാണ്. ഹവ്വയും ആദം നബിയും ഭൂമിയിൽ 2 പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 2 പ്രാവശ്യം കണ്ടപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പം അവർ രണ്ടാമത് തിരിച്ചറിഞ്ഞ ഒരു സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്. ഹജ്ജിന്റെ സമയത്ത് ആളുകളൊക്കെ താമസിക്കുന്ന അറഫ കേട്ടില്ലേ? ആ അറഫയാണ് വിശാലമായി കാണുന്നത് കേട്ടോ. അങ്ങനെ 2 പേരും സ്വർഗത്തെ ഈ അറഫീന്ന് കണ്ടുമുട്ടിയപ്പോൾ ആ കഥ വരെ ഇവിടുത്തെ ചരിത്ര ഗ്രന്ഥന്മാർ പറയാണ്. അവ്വാബി റളിയല്ലാഹു അൻഹ ആദം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, നിങ്ങളെ പേരെന്താ ചോദിച്ചത്ര. അപ്പൊ പറഞ്ഞു ആദമാണ് പേരെന്ന് പറഞ്ഞു. തോനൊന്നും സംസാരിച്ചില്ല. അപ്പൊ ഹവ്വാ ബീവിനെ മിണ്ടാതെന്നപ്പോ ആദം നബി അലൈഹിസ്സലാം ചോദിച്ചത്ര നിങ്ങളെ പേരെന്താ ചോദിച്ചത്? ഹവ്വയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 2 ആളും ഈ പേരിൽ എന്തോ ഒരു ബന്ധമുള്ളതായിട്ട് അവരുടെ മുഖങ്ങൾ ഇങ്ങനെ ചോദിച്ചു. എന്തേ മിണ്ടാത്ത വെച്ചോ? പറഞ്ഞു, എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു മുമ്പ് സ്വർഗത്തിൽ ഇതേ പേരുള്ളത് പറഞ്ഞു. അങ്ങനെ അവരവിടെ പഴയ കഥ പറഞ്ഞപ്പോഴാണ് ഇത് തന്റെ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് അറിഞ്ഞത് ഈ മണ്ണിന്നാണ്. അതുകൊണ്ടാണ് അറഫ എന്ന വാക്ക് ഈ നാടിന് എന്ത് പേര് വന്നത്? തിരിച്ചറിഞ്ഞു എന്നുള്ള മാതിയായ വാക്കായിട്ടുള്ള അറഫ എന്നുള്ള വാക്ക് അർത്ഥം വരാനുള്ള കാരണം ഇവിടുന്നാണ് നമ്മുടെ വല്യാപ്പയും വല്യമ്മയും പുതിയണ്ണും പുതിയാപ്പിളിയാണ് എന്നുള്ളത് എന്താക്കിയത്? രണ്ടാമത് ഭൂമിയിൽ എത്തിയ ദിവസം തിരിച്ചറിഞ്ഞത്.
അൽഹംദുലില്ലാ ആ മണ്ണിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബസ് നിർത്തി. നമ്മൾ ഇനി അടുത്തത് ജബലുർ റഹ്മാൻ എന്ന് പറഞ്ഞ അറഫയിൽ ഒരു പുണ്യമാക്കപ്പെട്ട മല കാണാൻ പോവുകയാണ്. നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ശരിക്കും ആ മലയിലോട്ടുള്ള എൻട്രി ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മലേൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ കയറി കാണാൻ പറ്റില്ല. ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗം നടത്തിയത് ആ മലയിൽ വെച്ചിട്ടാണ്. അതിന്റെ ഏത് ഭാഗത്തുനിന്നാ എന്നുള്ളത് പല ആൾക്കാരും പല അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ആ മലയിൽ വെച്ചുകൊണ്ടാണ് ആ സംഭവം ഉണ്ടായത്. നിങ്ങൾ പറഞ്ഞില്ലേ നിബിതങ്ങളുടെ അവസാന നിബിതങ്ങൾ എത്ര ഹജ്ജത്തിന് നിബിതങ്ങൾ ഒരു ഹജ്ജ ചെയ്ത് എത്ര ഉംറ അറിയോ? ഒന്നല്ല 4 ഉംറ അല്ലേ? നിബിതങ്ങൾ അവസാനത്തെ ആദ്യത്തെ ഹജ്ജ് ചെയ്തുകൊണ്ട് നടത്തില്ല ആ പ്രസംഗം അതിന്റെ മുകളിൽ നിന്നായിരുന്നു, ആ മലന്റെ മുകളിൽ നിന്ന്. ഈ അറഫന്റെ മറ്റേ പ്രത്യേകത എന്ന് വെച്ചാല് ഇവിടെ എവിടെയും സൗദി അറേബ്യയിൽ എവിടെയും മലയാളത്തിൽ ബോർഡ് കാണൂല. ഇവിടെ എന്ത് കാണാം? മലയാളത്ത് ബോർഡ് കാണാം. ആശുപത്രി, പള്ളി എന്നുള്ളൊക്കെ ഒരുപാട് മലയാളത്ത് ബോർഡ് കാണാം. അപ്പൊ ഞാൻ അന്വേഷിച്ചു എന്താ ഇവിടെ അറഫയിൽ മാത്രം മലയാളത്ത് ബോർഡിനാൻ കാരണം. ഇവിടെ പല ലോക ഭാഷകൾക്കിടയിൽ ആകെ 4ഓ 5ഓ ഭാഷ ഇതിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ കേരളത്തിന്റെ ചെറിയൊരു ഭാഷ. ഇന്ത്യയിൽ എവിടെയില്ല, നമ്മുടെ കേരളത്തിൽ മാത്രമേ മലയാളം ഉള്ളൂ അല്ലേ? ആ ഭാഷയിൽ ബോർഡ് ഇവിടെ വരെ കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞങ്ങൾക്ക് പറഞ്ഞുതരാണ്. നമ്മുടെ മലയാളിയായിരുന്ന ഒരു വിദേശകാര്യമന്ത്രി ഉണ്ട്, ഓർമ്മ ഉണ്ടോ? ഈ അഹമ്മദ് സാഹിബിനെ കേട്ടിട്ടില്ല? അയാള് വിദേശകാര്യ സഹമന്ത്രിയാണ് സമയത്ത് ഇവിടുത്തെ രാജാവായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ നാട്ടിലത്തെ ഭാഷയിൽ എഴുതണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം ഇവിടെ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അറഫയിൽ മാത്രം മലയാളത്ത് ബോർഡുണ്ടായിരുന്നു. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും ഭരണാധികാരികൾ ശ്രമിക്കാത്തപ്പോൾ പഴയ നിൽക്കുന്ന ബോർഡുകളൊക്കെ ചിലതൊക്കെ ഇപ്പോഴും ഉണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് ഈ ബോർഡുമേ കാണാം മലയാളത്തിൽ ബോർഡ് എഴുത്തുണ്ടാവും. ഈ വലിയ ബോർഡല്ലേ മണി കുറച്ച് മുന്നിക്ക് പോയാൽ കാണാം. ഈ ബോർഡുമ്മല് മലയാളത്തിലുണ്ട്, അവിടെ ഒരു ബോർഡുമ്മല് മലയാളത്തിൽ എഴുത്തുണ്ട്. അതിന് ഉണ്ടാവാനുള്ള കാരണം ആരായിരുന്നു? ഈ അഹമ്മദ് സാഹിബ് ആയിരുന്നു അല്ലേ? അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തെ ഖബർ നന്നാക്കി കൊടുക്കട്ടെ. അതിലൊരു ഭാഷ നമ്മളെ മലയാളിയാ, മലയാള ഭാഷ കേട്ടോ. കേട്ടോ 3ാമത്തെ ഭാഷ ഉണ്ടല്ലേ? നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞ് വരുമ്പോ ഉണ്ടാവണമെന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ജബലുർ റഹ്മ കുറച്ചുകൂടെ അടുത്തോട്ടായിട്ട് കാണാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ അടുത്തോട്ടായിട്ട് പോയി. അപ്പോൾ ഇതാണ് നമ്മൾ ജബലുർ റഹ്മ, പവിത്രമാകപ്പെട്ട സ്ഥലം. അങ്ങനെ നമ്മൾ ജബലുർ റഹ്മയിൽ നിന്ന് പോരുകയാണ്. ഇനി അടുത്ത സ്ഥലം കാണാനാണ് പോകുന്നത്. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു പള്ളി കാണാൻ പറ്റുമല്ലോ, അതിൻ്റെ പേരാണ് മസ്ജിദുൻ നമീറ. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അറഫയുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ പള്ളിയിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റോഡ് കാണാൻ പറ്റുമല്ലോ, ശരിക്കും നടപ്പാതയാണ് കേട്ടോ. ഒരു മഞ്ഞയും റെഡും കളറും കാണുന്ന ശരിക്കും ഹാജിമാർ അറഫയിൽ നിന്ന് ഹറംക്കും ഹറം നിന്ന് അറഫയ്ക്കും പോകുന്ന വഴിയാണത്. നടന്നു പോകുന്നു, എത്രയോ കിലോമീറ്റർ നടന്നു പോകണം. പിന്നെ ഇത് മെട്രോ സ്റ്റേഷനാണ് കേട്ടോ, വലിയൊരു മെട്രോ സ്റ്റേഷനാണ് കാണുന്നത്. അങ്ങനെ നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നമുക്കൊരു മല കാണാൻ പറ്റൂലേ? ഈ മലയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കുന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്. മകനോട് അത് പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അറുത്തോളൂ ഉപ്പാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം ഒരു മിനാരം കാണുന്നുണ്ടല്ലോ, ഒരു ചെറിയൊരു മിനാരം. ആ ഒരു സ്ഥലം എന്തെന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കാനും വേണ്ടിയിട്ട് കിടത്തിയൊരു സ്ഥലമാണ് ആ ഒരു മിനാരം എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങാനോ ഒന്നും അനുവാദമില്ല, അങ്ങോട്ട് കയറാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടുപോകുന്നു. ഈ കാണുന്ന കുറേ വൈറ്റ് തമ്പുകളുണ്ടല്ലോ, ഇതൊക്കെ വീടാണ് കേട്ടോ. അതായത് നമ്മൾ ഹജ്ജിന് വരുന്ന ആൾക്കാർക്ക് നിൽക്കാനുള്ള, അവർ താമസിക്കുന്ന തമ്പുകളാണ്. ഒരുപാട് എണ്ണം ഉണ്ട്, കാരണം കോടിക്കണക്കിന് ആൾക്കാരാണല്ലോ വരുന്നത്. അപ്പം അവർക്കൊക്കെ താമസിക്കാനും വേണ്ടിയിട്ട് ഇഷ്ടംമാതിരി തമ്പുകളുണ്ട്. ഒരു തമ്പിൽ തന്നെ കുറേ ആൾക്കാർ സ്റ്റേ ചെയ്യും. അപ്പോൾ നമുക്ക് കുറേ എണ്ണം ഇവിടെ കാണാൻ പറ്റും. സിമന്റിന്റെ റൗണ്ട് കണ്ടോ കണ്ടോ പാലം കണ്ടോ? അതാണ് ജംറ. അതാണ് ജംറ കണ്ടോ? ഹജ്ജിന്റെ ആളുകൾ ഹജ്ജിൽ നിന്ന് വിരമിക്കൽ ജംറനെ കല്ലെത്തെറിഞ്ഞിട്ടാണ്.
അല്ലേ? ആ കല്ല് മുസ്ദലിഫിന്ന് പൊറുക്കും. എന്നിട്ട് ആ കാണുന്ന പായത്തിനൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് ആ ജംറൻ ആ റൗണ്ടിന്റെ ഉള്ളിൽ സ്തൂപുണ്ട്. ആ സ്തൂപത്ത് നമുക്ക് എറിഞ്ഞിട്ടാണ് ഹജ്ജിൽ നിന്ന് തഹല്ലിലാവുക. ആ സ്തൂപത്ത് എന്തിന്റെ അടയാളാന്നറിയാം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴേ ഇബ്ലീസ് പറഞ്ഞു, ശൈത്താൻ പറഞ്ഞു, ആകെ ഉള്ളത് ഒരു കുട്ടിയാണ്, അതും വാർദ്ധക്യ കാലത്ത് കിട്ടിയിട്ടുള്ള കുട്ടിയാണ്, ഈ കുട്ടിനെ അറുക്കാണോ എന്ന് ഇബ്ലീസ് ചോദിച്ചു. അപ്പൊ ഇബ്ലീസിന് 3 സ്ഥലത്ത് നിന്ന് 6 കല്ലെടുത്തെറിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കല്ലെടുത്തെറിഞ്ഞു. ആ കല്ലെടുത്തെറിഞ്ഞ സ്ഥലത്തുണ്ടാക്കിയുള്ള സ്തൂപമാണ് ജംറകൾ എന്ന് പറഞ്ഞത്. ആ ജംറയാണ് അൽഹംദുലില്ലാഹ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2006 മിനയിലെ തമ്പുകൾക്ക് തീപിടുത്തുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അല്ലേ? ഒരുപാട് ആളുകൾ വെന്ത് മരിച്ചിരുന്നു. അതിന്റെ ശേഷം ഉണ്ടാക്കിയ തമ്പുകളാണ് ഇന്ന് മിനയിലുള്ളത്. അങ്ങനെ നമ്മൾ മസ്ജിദുൽ ജഹ്റാനയിലെത്തി. ഈ പള്ളിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് എന്തുകൊണ്ടാണ് ഇഹ്റാം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 ഉംറ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തത് ഈ പള്ളിയിൽ വെച്ചിട്ടാണ്. ഈ പള്ളിയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, മസ്ജിദുൽ ജഹ്റാന എന്ന് പറയുന്നത് ജഹ്റാനത്ത് എന്നൊരു സ്ത്രീയുടെ ഒരു പേരാണ് കൊടുത്തത്. അത് ശരിക്കും നമ്മൾ ഇസ്ലാമിക് ചരിത്രത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു യുദ്ധമാണ് ഹുനൈനി യുദ്ധം. അപ്പം ഹുനൈനി യുദ്ധം കഴിഞ്ഞതിന് ശേഷം നിബിതങ്ങൾ വിശ്രമിക്കുകയായിരുന്നു ഈ സ്ഥലത്ത്. അപ്പോൾ ചോദിച്ചു ഈ സ്ഥലം ആരുടേതാണെന്ന്. അപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു ജഹ്റാനത്ത് എന്ന ഒരു പെണ്ണിൻ്റേതാണ്. അപ്പം നിബിതങ്ങൾ ചോദിച്ചു ഈ ഒരു സ്ഥലം അവൾ ദീനായിട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചു, ഇസ്ലാമിനായിട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അപ്പം നാട്ടുകാർ പറഞ്ഞു അവൾ രോഗിയാണ്, അവൾ തരലുണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ ആ സ്ത്രീയായിട്ടും സംസാരിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, നബി ഞാൻ ഒരു രോഗിയാണ്, എൻ്റെ ഈ രോഗം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ദീനിന് തരാമെന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു ഇനി എനിക്ക് ഈ രോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. രോഗം ഷിഫയായി. അതിനുശേഷം ജഹ്റാനത്ത് എന്ന സ്ത്രീ ഈ പള്ളി ദീനിന് വേണ്ടിയിട്ട് ദാനം ചെയ്തു. ഇപ്പോൾ നിങ്ങളൊരു മരമൊക്കെ കാണുന്നുണ്ടല്ലോ, ആ ഭാഗത്താണ് ഹുനൈനി യുദ്ധത്തിൽ പരിക്ക് പറ്റി ഷഹീദായിട്ടുള്ള 7 പേര് എന്ന് പറയുന്നുണ്ട്, 4 പേരെന്നും പറയുന്നുണ്ട് അവരെ മറവ് ചെയ്ത സ്ഥലം. വേറൊരു അത്ഭുതം കൂടെ ഉണ്ട്. നിങ്ങളിപ്പം കാണുന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ശരിക്കും ഒരു കിണറാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കിണറുണ്ട്. അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, യുദ്ധം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ക്ഷീണിച്ചപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പോൾ നബി തങ്ങൾ ഒരു വടിയെടുത്ത് കുഴി കുഴിച്ചു. അപ്പോൾ അവിടുന്ന് വെള്ളം പുറപ്പെട്ടു. അത് പിന്നെ ഒരു കിണർ പോലെ പണിതു.